മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഈ രാവിലെ സമയം യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം 34 വാക്യം വായിക്കട്ടെ. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. സക്രിയാവിൻ്റെ പുസ്തകം 12 അധ്യായം 10 വാക്യം. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപകളുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതിനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ഇതോട് ചേർന്ന് സക്രിയ 13:1 വായിക്കട്ടെ. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരുശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. യേശു കർത്താവിനെ കാൽവരി കുരിശിൽ തറച്ച് കൊന്നതിന് ശേഷമായി അവൻ്റെ മരണം ഉറപ്പാക്കുവാൻ ആ റോമാ പടയാളികളിൽ ഒരുത്തൻ അവൻ്റെ വിലാപ്പുറത്ത് കുത്തി തുറന്നു എന്നുള്ളതാണ് നാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിച്ചത്. ഉടനെ അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അവൻ്റെ രക്തത്തിൻ്റെ അവസാന തുള്ളി വരെയും അത് ചേർന്ന് അതിനോടുള്ള ആ വെള്ളമയം പോലും ശരീരത്തിൽ നിന്ന് വാർന്നു പോയി. അത് നിമിത്തം അവൻ്റെ ശാരീരിക മരണം അവിടെ ഉറപ്പാക്കുകയാണ്. അവൻ്റെ രക്തം മുഴുവനുമായി അവൻ ചിന്തി അവൻ ക്രൂശിൽ മരിച്ചു എന്നുള്ളത് നമുക്കതിലൂടെ ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ഈ ചൊരിയപ്പെട്ട രക്തവും ഈ ചങ്കിൽ നിന്ന് പിളർന്നൊഴുകി വന്ന വെള്ളവും അതനേകരുടെ സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ മോചനത്തിന് പരിഹാരമായി തീർന്നു. യേശുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുപോലെ തന്നെ അവൻ്റെ ചങ്കിൽ നിന്നും ഒഴുകിയ വെള്ളം, ദൈവവചനമാകുന്ന വെള്ളം, അത് സത്യത്താൽ നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവവചനമായിത്തീരുന്നു. ഇത് രണ്ടിനെയും ഉറപ്പിച്ചു പറയുന്നതാണ് ആ മഹാപീഡന കാലത്തെങ്കിൽ ആ കുത്തിയവങ്കിലേക്ക് ആ ദാവീദ് ഗ്രഹവും യഹൂദാഗ്രഹവും നോക്കിയിട്ട് ഏകജാതിനെക്കുറിച്ചുള്ള വിലാപം പോലെ അവനെക്കുറിച്ച് വിലപിച്ചിട്ട് അവൻ്റെ അടുക്കിലേക്ക് പാപമോചനത്തിനായി കടന്നു വരുന്നു. ആ അവരുടെ പാപങ്ങളുടെയും അതിക്രമങ്ങളുടെയും മോചനത്തിനായിട്ട് ഒരു ഉറവ്, ആ വിലാപ്പുറം കുത്തി തുറന്ന ഉറവയായി തീർന്നു. തന്നെ ക്രൂശിച്ച ആ യഹൂദജാതിയുടെ പാപപരിഹാരത്തിൻ്റെ ഉറവായി പോലും അന്നും അത് ഭവിക്കുന്നു എന്നുള്ളത് എത്ര ആശ്ചര്യകരമായ വസ്തുതയാണ്. ഇന്ന് അവനിൽ വിശ്വസിക്കുന്ന സകല ജാതികൾക്കും അവൻ്റെ രക്തം മൂലം വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തന്നു. അവൻ്റെ വചനം സത്യത്തിലേക്കും അവരെ വഴി നടത്തുവാനിടയാക്കി. അന്ന് ആ ആദിമ നൂറ്റാണ്ട് മുതൽ ലോകചരിത്രത്തിൻ്റെ ഇന്ന് വരെയും യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ വചനവും അനേകർക്കും പാപമോചനത്തിനായിട്ടുള്ള ഉറവായി തീർന്നു. എന്നാൽ സഭ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷവും ആ മഹാപീഡന കാലത്ത് ശത്രുവായവൻ, അധർമ്മമൂർത്തിയായവൻ വാഴുമ്പോൾ പോലും തന്നെ ക്രൂശിച്ച, തനിക്കെതിരായി തിരിഞ്ഞ ആ യഹൂദയുടെയും ആ ദാവീദ് ഗ്രഹത്തിൻ്റെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി പോലും ആ ഉറവ് അന്നും തുറന്നിരിക്കും. അതാണ് സക്കരിയാവ് ഇവിടെ പ്രവചിക്കുന്നത്. 13 വാക്യത്തിൽ ദാവീദ് ഗ്രഹത്തിനും യെരുശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. ആ ഉറവ എത്ര ശ്രേഷ്ഠമാണ്. ഇന്ന് നമുക്ക് ഈ ഉറവിൽ നിന്ന് സൗജന്യമായി പങ്കുചേരുവാനുള്ള കൃപ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4 അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്ന ഏവരുമേ കടന്നു വരുവേൻ, ഈ വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. ശിയാപ്രവചനത്തിലും പറയുന്നുണ്ട്, ദാഹിക്കുന്ന ഏവരുമേ, വെള്ളമില്ലാത്തവരുമായുള്ളവരെ, ദ്രവ്യം കൊടുക്കുവാൻ കഴിവില്ലാത്തവരെ വന്ന് സൗജന്യമായി ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവീൻ. കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ സർവ്വപാപങ്ങളുടെയും പരിഹാരം ലഭിച്ച്
നിത്യജീവൻ്റെ ഉറവിങ്കിലേക്ക് നമുക്ക് നടക്കുവാനിടയായിത്തീരും. ഇന്നും കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇതിൽ പങ്കുചേരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ നമ്മുടെ ചുറ്റും ഈ ഉറവിൽ രക്ഷ കണ്ടെത്താത്ത അനേകരുണ്ട്. അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവ് നിൽക്കുവാനും അവരെ അതിലേക്ക് വഴി നടത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.